ഹായ് ആസ്പിരൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ആൻഡ് കേരള ജോഗ്രഫിയിൽ അവസാന ലാപ്പിൽ നോക്കിയിരിക്കേണ്ട കുറച്ച് SCRT ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്ന PDF എന്ന് പറയുന്നത് മൻസൂർ അലി സാറിൻ്റെ PSC ത്രില്ലർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു PDF ആണ്. സോ ആദ്യം തന്നെ അദ്ദേഹത്തിന് വലിയൊരു താങ്ക് യു പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും വെൽക്കം ടു നിഷ്ഠ PSC. ആദ്യം തന്നെ നമ്മൾക്ക് കേരള ജോഗ്രഫീൻ്റെ നോക്കാം. കേരള ജോഗ്രഫിയിലെ 5ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, കേരളക്കരയിൽ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ചാപ്റ്ററിലാണ് ആദ്യമായിട്ട് നമ്മൾക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ SK പൊറ്റക്കാട് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കവിതയിലെ പല ഭാഗങ്ങളും പല പ്രാവശ്യമായിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈൻസ് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ഭൂപ്രകൃതിയെക്കുറിച്ചിട്ടൊക്കെ കാര്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. മലനാട്ടിൽ വരുന്നതും അതുപോലെ തന്നെ മലനാട്ടിൽ വരുന്ന പലതരത്തിലുള്ള മൃഗങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ പഠിച്ചിരിക്കേണ്ട ഒരു പെട്ടിയാണ് ഇത് എന്ന് പറയുന്നത്, നിശബ്ദതയുടെ താഴ്വരയിൽ. ഇത് പല പ്രാവശ്യം ഈ ഒരു ബോക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതെവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ കാണപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ കുറിച്ചിട്ട് വളരെ അധികം ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുള്ളതാണ്. ഇനി എന്തുകൊണ്ട് സൈലന്റ് വാലി എന്ന പേര് വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വരുന്നത്. നിശബ്ദ താഴ്വര എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. അവിടുത്തെ മെയിൻ ഒരാളാണ് ഈ ഒരു ആള്, സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത്. മക്കാക്ക സിലനസ് ആണ് ഇതിന്റെ ശാസ്ത്രീയ നാമമൊക്കെ വരുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നോക്കി വെച്ചേക്കാം. ഇനി ഇടനാട് എന്ന് പറയുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. മലനാട് എന്ന് പറയുന്നത് എന്തായാലും സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിലാണെങ്കിലാണ് അത് മലനാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇടനാടിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ തീരപ്രദേശം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ. ഈ ഒരു നമ്പേഴ്സ് പല പ്രാവശ്യമായിട്ട് വരാറുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നോക്കി വെച്ചേക്കുക. 7.5 75 എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാതിരിക്കുക. ഇനി കാലാവസ്ഥയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ട് മാത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പോകുന്ന ചാപ്റ്റേഴ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാലാവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാലാവസ്ഥയെക്കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും നോക്കേണ്ടതായിട്ടില്ല. ഇനി വരുന്ന ഒന്നാണ് ഈ പുനർജനി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഒഴുക്ക് വീണ്ടെടുത്ത കാര്യത്തിനെ കുറിച്ച് പറയുന്ന ഒരു ബോക്സ് ആണിത്. ആൻഡ് ഇതിൽ തന്നെ പുഴയെ കുറിച്ചിട്ട് അതിൻ്റെ ഉത്ഭവത്തെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്നും ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങലപ്പള്ളം പുഴ എന്ന് പറയുന്നത്. അപ്പം എവിടെയാണ്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പതനം എന്ന് പറയുന്നത് ഭവാനിപ്പുഴയിലാണ്. ഓക്കെ, അത് പറയുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് അവർ പുനർജനിപ്പിച്ചെടുത്തതെന്നുള്ള കാര്യങ്ങളും കൂടി അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി ചില സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്, ഡെഫിനിഷൻസ് പോലെ ചോദിക്കാറുണ്ട്. ഇതിപ്പം കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ എന്താണെന്ന് ചോദിക്കാം. അത് കായലുകളാണ്, ചിലപ്പം പുഴ, കായൽ, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരെ. നമുക്ക് എന്താ പറയുക, കുറച്ച് കൺഫ്യൂഷനൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ SCRTന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അധികവും എടുത്ത് ചോദിച്ച് കാണാറുള്ളത്. ഒക്കെ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കായലുകൾ കാണപ്പെടുന്ന ജില്ലകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ ശുദ്ധജല കായൽ ഏതായിരുന്നു? അത് ശാസ്താംകോട്ടയാണ്. ഇനി കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, കരയാൽ ചുറ്റപ്പെട്ട ജലാശയങ്ങൾ തടാകങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലുള്ള കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്നതാണ്. ഇതാണ് ആക്ച്വലി കേരളം ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? തമിഴ്നാട്ടിലെ മണ്ണിനങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജലലഭ്യതയെ കുറിച്ചിട്ടും ഉള്ള ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരു കമ്പാരിസൺ പോലെയുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണൊക്കെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണൊക്കെയാണ് തമിഴ്നാട്ടിൽ കാണപ്പെടുന്നത്. ഇനി ജലലഭ്യതയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വാർഷിക മഴ എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ ആകുമ്പോൾ തമിഴ്നാട്ടിൽ അത് വെറും 95.9 സെന്റിമീറ്റർ ആണ്. ഈ ക്വസ്റ്റ്യൻ ഈ അടുത്ത കാലത്ത് കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു നമ്പർ 95.9 സെന്റിമീറ്റർ എന്നൊരു നമ്പർ ചോദിച്ചിട്ടുണ്ട്.
ഇനി 44 നദികൾ കേരളത്തിലുള്ളപ്പോൾ വെറും 14 നദികൾ മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. കേരളത്തിൽ മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളൊന്നും തന്നെ കൃഷിക്കൊന്നും ആവശ്യമായിട്ട് വരാറില്ല. പക്ഷേ തമിഴ്നാട്ടിൽ മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ മെയിനായിട്ടും അവരുടെ കൃഷി ഡിപ്പെൻഡ് ചെയ്യുന്നത് ജലസേചന സൗകര്യത്തിന്റെ മുകളിലാണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന മലനാട് ഇടനാട് തീരപ്രദേശത്തിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. മലനാടിനെ കുറിച്ചിട്ട് അവിടെ എന്തൊക്കെയാണ് മഴയും മഞ്ഞും തണുപ്പും ഒക്കെ ഏറെയുള്ള സ്ഥലങ്ങളാണ് മലനാട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ടും ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ഏലം, തേയില തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മലനാട്ടിൽ മെയിൻ ആയിട്ടും കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ അവിടെ വളരാനുള്ള മെയിൻ കാരണം എന്താണ്? താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ മാത്രമാണ് വരുന്നത്. അവിടെ ധാരാളമായിട്ട് മഴ ലഭിക്കുകയും അവിടെയുള്ളത് നീർവാർച്ചയുള്ള മണ്ണുമാണ്. ഓക്കെ, സുഗന്ധ വിളകളൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. തേയില, കാപ്പിയൊക്കെ എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ മലനാട്ടിലാണ് കാണപ്പെടുന്നത്. ഇനിയുള്ള ഒന്നാണ് ഈ ഒരു പെട്ടി എന്ന് പറയുന്നത്. ജോൺ ജോസഫ് മർഫിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോൺ ജോസഫ് മർഫി ആയിരുന്നു. ഓക്കെ, ഓർത്തിരിക്കട്ടെ, ജോൺ ജോസഫ് മർഫിയാണ്. അദ്ദേഹം ആലുവയ്ക്കടുത്ത് 1902 ആദ്യമായിട്ട് റബ്ബർ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് കൃഷി ചെയ്യാൻ എന്തിനാ മണ്ണ് എന്ന് ചോദിച്ചിട്ട് ഒരു പെട്ടി നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നോക്കാം. അവിടെ അതിൽ ഹൈഡ്രോപോണിക്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഓരോ പ്രവണതകളെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങളാണ് ഹൈഡ്രോപോണിക്സ് എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ നോക്കി വെക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി പരിസ്ഥിതി സൗഹാർദ്ദ കൃഷിക്ക് 100 മേനി വിളവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ പെട്ടികളൊക്കെ ഒന്ന് എല്ലാം നോക്കി വെച്ചേക്കുക. ഇനി വളരെ നന്നായിട്ട് നോക്കിയിരിക്കേണ്ട ഒന്നാണ് ഈ നൂതന കൃഷി രീതി എന്ന് പറയുന്നത്. ഇതിൽ ഹരിതഗൃഹ കൃഷിയെക്കുറിച്ചിട്ടും കൃത്യത കൃഷിയെക്കുറിച്ചിട്ടും ഫെർട്ടിഗേഷനെ കുറിച്ചിട്ടും പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ പല പ്രാവശ്യം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹരിതഗൃഹ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഫാമിംഗ്, നിങ്ങൾ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രീൻ ഹൗസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഒരു ഗ്ലാസ് ഇട്ട ഒരു റൂമൊക്കെ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൊടും തണുപ്പ് കാരണം വിളകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ സ്ഫടിക മേൽക്കൂരയൊക്കെയുള്ള മുറികളിൽ കൃഷികൾ ചെയ്യുന്നത്. അടുത്തതാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് നമ്മൾ പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിചരിച്ചുകൊണ്ട് വളർത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയാം. കറക്റ്റായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരിക, അതാണ് പ്രിസിഷൻ ഫാമിംഗ്. ഇനി ഫെർട്ടിഗേഷനിലേക്ക് വരുമ്പോൾ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കണികാരൂപത്തിൽ ഡ്രിപ്പറിലൂടെ നൽകുന്നതാണ്. ഓക്കെ, എന്തെന്ന് പറയുന്നത്? ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇനി കർഷക ദിനം എന്നാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ചിങ്ങം 1 നമ്മൾ കർഷക ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ 2 ചാപ്റ്റേഴ്സാണ് മെയിൻ ആയിട്ടും കേരളത്തിനെ കുറിച്ചിട്ട്, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ്, SCERT ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. അടുത്തതാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ബേസിക് ആണ്, ഞാൻ പറഞ്ഞില്ലേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് വേറെ കുറേ ചാപ്റ്റേഴ്സ് വരുമ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആക്കിയിട്ട് പോവാണ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? മെയിനായിട്ട് ഇന്ത്യയുടെ പർവ്വതങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹിമാലയ പർവ്വതത്തിനെയും പശ്ചിമഘട്ട നിരകളെ കുറിച്ചിട്ടൊക്കെ കുറച്ചൊരു കാര്യങ്ങൾ. ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ നിരകൾ, സത്പുര നിരകളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകൾ എന്നൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ സമതലങ്ങൾ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതിവിശാലമായതും നിരപ്പായതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്ക് ഭാഗത്തായിട്ടുള്ള എന്താണ് സമതലമുണ്ട്, അതിനെയാണ് നമ്മൾക്കറിയാം എന്താണ് അത്, ഉത്തര മഹാസമതലമാണെന്നറിയാം. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ മരുഭൂമിയെ കുറിച്ചിട്ട്. ഇന്ത്യയിലെ മരുഭൂമി മെയിനായിട്ട് പറയാം, നമ്മൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് അത് ടാർ മരുഭൂമിയാണ്. രാജസ്ഥാനിലാണ് അത് മെയിനായിട്ടും കാണപ്പെടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് അറിയുന്നതാണ്.
ഇനി പീഠഭൂമി ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡെഫിനിഷൻ പീഠഭൂമിയെ കുറിച്ചിട്ട് പലവട്ടമായിട്ട് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളെ എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് അത്? പീഠഭൂമികൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. മറ്റു പീഠഭൂമികൾ ഏതൊക്കെയാണ്? മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നീ പീഠഭൂമികളും ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത്. കാലാവസ്ഥയിൽ പറയുന്നത് ഈ ഒരു എന്താ പറയുക മാസങ്ങളാണ് ഒന്ന് നോക്കി വെക്കേണ്ടത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഉള്ളതിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഒക്ടോബർ നവംബറിലുള്ളതിനെയാണ് നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. അങ്ങനെ 2 മഴക്കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇനി ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് നമ്മളുടെ ഇന്ത്യയിൽ ശൈത്യകാലം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസംബർ ടു ഫെബ്രുവരി ശൈത്യകാലമാണ്. മാർച്ച് ടു മെയ് എന്ന് പറയുന്നത് നമ്മളിൽ വേനൽക്കാലം ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ആ ഒരു മാസങ്ങളുടെ കണക്കൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്തത് ക്ലാസ് 7ലെ ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൻ്റെ നമ്മളുടെ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തര അക്ഷാംശം 8°4 മുതൽ 37°6 വരെ ഉള്ള പൂർവ്വരേഖാംശം 68°7 മുതൽ 97.25 വരെയുള്ളതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ സ്ഥാനമൊക്കെ തന്നെ ഫസ്റ്റിൽ തന്നെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. വിസ്തൃതി പറയുന്നുണ്ട് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. ആൻഡ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണ്. ഒരു ബേസിക് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അടുത്തത് മെയിനായിട്ട് ഇവിടെ പറയുന്നത് ഹിമവാന്റെ മടിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമുക്കൊന്നും വിട്ടുകളയാൻ ഒന്നും തന്നെയില്ല. വളരെ ഓരോ ലൈൻ ബൈ ലൈന് നിങ്ങൾ വായിച്ചു പോകേണ്ടത് തന്നെയാണ്. അതിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം അവിടുത്തെ പ്രധാന കൃഷി രീതികൾ, ആപ്പിൾ, ഓറഞ്ച് ഏതൊക്കെയാണ് അവിടെ മെയിനായിട്ടും കൃഷി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ഒരു കാര്യം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഉത്തരപർവ്വത മേഖല കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എവിടേക്കാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ, ഉത്തര മഹാസമതലം എവിടേക്കാണ് സ്പ്രെഡ് ആയിരിക്കുന്നത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാളിന്റെ കുറെ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഉത്തര മഹാസമതലം സ്പ്രെഡ് ആയിട്ട് ഇരിക്കുന്നത്. അതിന് തന്നെ നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നീ പേരിലും കൂടിയും ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ഇവയുടെയൊക്കെ തന്നെ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടിട്ടുള്ള സമതലത്തെയാണ് നമ്മൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം കൂടിയാണ് ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ ഒക്കെ തന്നെ മെയിനായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഗോതമ്പ്, ചോളം എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുമ്പോൾ ജോവർ, ബജ്ര തുടങ്ങിയ വിളകളാണ് രാജസ്ഥാനിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പം രാജസ്ഥാനിൽ മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ജോവർ, ബാജ്ര എന്നീ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്നവ. ഇനി പീഠഭൂമിയിലൂടെ എന്നതിൽ പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഡെക്കാൻ പീഠഭൂമി എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? അത് ഒഴുകി പരന്ന ലാവ തണുത്തുറഞ്ഞാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇത് പൊടിഞ്ഞുണ്ടാകുന്ന കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഇനി വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ പർവ്വതനിരകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് പറയുന്നത്. ആൻഡ് കേരളത്തിലെ ആനമുടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മേഖലയിൽ പീഠഭൂമിയിൽ മെയിനായിട്ടുമുള്ള കൃഷികൾ ഏതൊക്കെയാണ്? പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നീ വിളകളാണ് മെയിനായിട്ടും പീഠഭൂമി പ്രദേശത്ത് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ധാതു നിക്ഷേപങ്ങളും ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത് പീഠഭൂമിയാണ്. മെയിനായിട്ടും ഏതൊക്കെയാണ് ഉള്ളത്? കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. ഓക്കെ, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ലിൻ്റെ ഒക്കെ തന്നെ വളരെ നല്ലൊരു നിക്ഷേപം കാണപ്പെടുന്നത് പീഠഭൂമി പ്രദേശത്താണ്. ആൻഡ് ഈ പീഠഭൂമിയിൽ ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഒരു പ്രധാന തൊഴിൽ മേഖലയാണ്. ഓക്കെ, ഇവിടുത്തെ തൊഴിൽ മേഖല മെയിനായിട്ടും ഏതാണ്? ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ്. ഇനി അടുത്തത് തീരപ്രദേശങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പറയുന്നുണ്ട്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഒന്നാണ് പവിഴ ദ്വീപുകൾ, കോറൽ പോളിപ്പുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ഇതിൽ. ആൻഡമാൻ നിക്കോബാറിലെയും അതുപോലെ തന്നെ ലക്ഷദ്വീപിലൊക്കെ തന്നെ കോറൽ പോളിപ്സ് കാരണം അടിഞ്ഞുകൂടിയിട്ട് പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇതിൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ് മെയിനായിട്ടും പറയുന്നത്. ആൻഡ് ഇന്ത്യയിൽ മെയിനായിട്ടും 3 വ്യത്യസ്ത കാലങ്ങളാണ് ഉള്ളത്. ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം അങ്ങനെയാണുള്ളത്. ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച് ടു മെയ്
വരെയാണ് അനുഭവപ്പെടാറുള്ളതെങ്കിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ടു ഫെബ്രുവരി വരെയാണ്. മഴക്കാലം നമ്മൾ നേരത്തെ പറഞ്ഞു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. ഒക്ടോബർ നവംബറിൽ രണ്ടാം ഘട്ടം മഴക്കാലമാണ് ഉണ്ടാവുന്നത്. ആൻഡ് എന്താണ്, മേഘാലയയിലെ ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ആണ് ചിറാപുഞ്ചി എന്ന് പറയുന്നത്. ഓക്കെ, ചിറാപുഞ്ചിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ് ഈ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ചിറാപുഞ്ചിയുടെ വേറൊരു പേരെന്ന് പറയുന്നതും കൂടി ഓർത്ത് വെച്ചേക്കുക, സൊഹറയാണ് കേട്ടോ. സൊഹറ എന്ന് പറയുന്നത് ചിറാപുഞ്ചിക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ്. ഇനി ഇത് വെള്ളപ്പൊക്കം ഭീഷണിയാകുമ്പോൾ എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. പ്രകൃതി ദുരന്തം തടയാനും അപകട തീവ്രത കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം? ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണിത്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡാം നിർമ്മിക്കുക, വനവൽക്കരണം, നദികളുടെ ഉപരിഘട്ടത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പറയുന്നത് വിവിധ തരം വനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങൾ, അതുപോലെ തന്നെ ഇലപൊഴിയും കാടുകൾ, കണ്ടൽ കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, അതുപോലെ തന്നെ പർവ്വത വനങ്ങൾ, അവിടെയൊക്കെ തന്നെ വരുന്ന ഓരോ ഇതുണ്ടാവും. ഇവിടെ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ, അതിശൈത്യമുള്ള പർവ്വതങ്ങൾ, പായൽവർഗ സസ്യങ്ങളും ഒക്കെ കാണപ്പെടുന്നതാണ് പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ടും ഏതൊക്കെ കാണുന്നുണ്ട്? കസ്തൂരിമാൻ, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് പർവ്വത വനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇനി പശ്ചിമ ബംഗാളിൽ ആണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്. ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം ആണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. ഇനി മുൾച്ചെടികളും കുറ്റിക്കാടുകളൊക്കെ മെയിനായിട്ടും രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിയൻ മധ്യഭാഗങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതായത് മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളൊക്കെ കാണാൻ പറ്റുന്നത്. അവിടെ കാണുന്ന മൃഗങ്ങളൊക്കെ ഏതൊക്കെയാണ്? ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരത്തിലുള്ള ഉരകങ്ങളൊക്കെയാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിട്ട് കാണപ്പെടാൻ പറ്റുന്നത്. അടുത്തത് 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ നന്നായിട്ട് തന്നെ നോക്കി പോവണം. ഇവിടെ ഫസ്റ്റ് തന്നെ നോക്കുമ്പം ഈ ഒരു കാര്യം, ഈ ഒരാളെ പഠിച്ചു വെച്ചേക്കുക. ദേവഭൂമിയിലൂടെ എഴുതിയിട്ടുള്ളത് ആരാണ്? അത് MK രാമചന്ദ്രനാണ്. ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരിവിടെ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ഒരു പെട്ടിയിലൊക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്നുള്ളത്. ഇന്ത്യൻ ഉപദ്വീപ് എന്താണ്? ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭൂവിഭാഗങ്ങളെയാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? പാമിർ പീഠഭൂമിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പാമിർ പീഠഭൂമിയിൽ ഏതൊക്കെ കൂടിയിട്ടാണ് ഈ പാമിർ പീഠഭൂമി ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. മധ്യ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമിർ പീഠഭൂമി അറിയപ്പെടുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്നാണ്. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമിർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശയിലേക്ക് പിരിഞ്ഞു പോകുന്നവയാണ്. ഓർത്തിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം പർവ്വതനിരകളൊക്കെ തന്നെ ഏതാണ്? പാമിർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശയിലേക്ക് പിരിഞ്ഞു പോകുന്നവയാണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലുള്ള കൈലാസ പർവ്വതം. ഇനി ഉത്തരപർവ്വത മേഖലയെ നമ്മൾക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞിട്ട്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണെങ്കിൽ ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ആണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പട്കായിബും ഉണ്ട്, നാഗാ കുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകളൊക്കെ തന്നെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി അപ്പം ഓരോന്നായിട്ട് ഇവർ അടുത്തടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഉയരം എത്രയാണ്? 8661 മീറ്റർ ഉയരമാണ് ഇതിന് കാണപ്പെടുന്നത്. ആൻഡ് ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഹിമാലയത്തിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഏകദേശം 2400 കിലോമീറ്ററോളം നീളമുണ്ട് ഹിമാലയത്തിന് എന്ന് പറയുന്നുണ്ട്. ഇനി അരുണാചൽ പ്രദേശിന്റെ എത്തുമ്പോൾ അതിന് വീതി ഏകദേശം 150 കിലോമീറ്റർ ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. കാശ്മീർ പ്രദേശത്തിന് ഇതിന്റെ നീളം എന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നത് ഏകദേശം 400 കിലോമീറ്റർ ആയിരുന്നു. അപ്പം കിഴക്കോട്ട് പോകുന്തോറും ഇതിന്റെ വീതി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആൻഡ് വിസ്തൃതി എന്ന് പറയുന്നത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇത് മെയിനായിട്ട് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഇവിടെ മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. 84-48 മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്.
ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെട്ടിയാണ്. നിങ്ങൾ എന്തായാലും ഇത് നോക്കി വെച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അടുത്തതിലേക്ക് പോവാണ്. ചുരങ്ങൾ ഏതൊക്കെയാണ്? ലിപ്പുലേക്ക്, ഷിപ്കില, സോജില, നാദുലയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒത്തിരി ചുരങ്ങളുണ്ട്, അതും കൂടി നോക്കി വെക്കുക. ഇത് മെയിനായിട്ടും ഇവരെ 4 പേരെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി ഹിമവാന്റെ ജനനം, അതായത് ഹിമാലയം എങ്ങനെയാണ് ഉണ്ടായതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി ടെറ്റിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കിഴക്കൻ മലനിരകളെ കുറിച്ച് പറയുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം ആണ് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് പൂർവാഞ്ചലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ആയിട്ടുള്ള ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കിഴക്കൻ മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഹിമാലയത്തിന്റെ മടിത്തട്ടിലുള്ള ആൾക്കാരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മെയിനായിട്ടും അവിടെ മൃഗപരിപാലനം ആണ് മെയിനായിട്ടും നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അവിടെ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ചിന്റെ ഒക്കെ കൃഷികളാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉള്ളതാണ് തേയിലയും അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. തേയില മെയിനായിട്ടും കാണപ്പെടുന്ന മലനിരകൾ എന്ന് പറയുന്നത് അത് ആസാം മലനിരകളാണ്. നമ്മൾ പണ്ടൊക്കെ TV-യിൽ ആഡൊക്കെ കണ്ടിട്ടുണ്ടാവും, ആസാം ആപ്പിൾ വാലി ടീ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് മുന്നേ ഉള്ള 90s കിഡ്സിനൊക്കെ അറിയുന്നുണ്ടാവും ആസാം ആപ്പിൾ വാലി ടീ. ഓക്കെ, അപ്പം അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അത് ആസാം മലനിരകളിലാണ്. ഇനി ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം, നേരത്തെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പോയിന്റ് ആയിട്ട് 2-3 പോയിന്റുകൾ നേരത്തെ ചാപ്റ്ററിലും പറയുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിലും അത് വീണ്ടും പറയുന്നുണ്ട്, ഓർത്തിരിക്കുക. അപ്പം എത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യങ്ങളും കൂടി നോക്കി വെക്കാം. ഇനി അടുത്തത് എന്താണ്? ഹിമാലയൻ നദികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹിമാലയൻ നദികൾ നമുക്കറിയാം 3 എണ്ണമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളെ കുറിച്ചിട്ടും നീളം, അതുപോലെ തന്നെ പോഷക നദികളും ഒഴുകുന്ന സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്ന സമുദ്രത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അത് ഈ ഒരു മാപ്പ് വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി അടുത്തത് ഉത്തരമഹാസമുദ്രത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് അടുത്തതൊക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇനി ഈ ഒരു കാര്യം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നദികൾ മെനഞ്ഞിട്ടുള്ള സമതലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സമതലത്തിന്റെ പേരുകൾ നോക്കുക. അതേപോലെ തന്നെ ഭൂരൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതാണെന്നുള്ള ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ NCERT-യിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് NCERT-യിൽ ഇതുപോലെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിന്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സമതലത്തിന്റെ പേരെന്താണ്? പഞ്ചാബ് ഹരിയാന സമതലം. ഇതിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് സിന്ധുവും പോഷക നദികളുമായിരുന്നു. ഇനി രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങളാണെങ്കിൽ അത് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നദികൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ്, ലൂണിയും സരസ്വതിയും ചേർന്നിട്ടാണ് മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ഗംഗാ സമതലം ഉണ്ടാക്കുന്നത് ഒബ്വിയസ്ലി ആരായിരിക്കും? ഗംഗയും പോഷക നദികളും ചേർന്നിട്ടാണ്. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ഉണ്ടാക്കി തീർത്തതാരാണ്? അത് ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ്. ഹിമാലയൻ നദികൾക്ക് ശേഷം വീണ്ടും പിന്നെ പറയുന്നത് നമ്മുടെ ഉപദ്വീപീയ നദികളെ കുറിച്ചിട്ടാണ്. മെയിനായിട്ട് ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഒക്കെയാണ്. ഇതിൻ്റെ ഒക്കെ തന്നെ ഉത്ഭവം, നീളം, പ്രധാന പോഷക നദികൾ, ഇത് വളരെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. ഓക്കെ, ഇതിൻ്റെ നദികൾ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സംസ്ഥാനങ്ങളൊന്നും തന്നെ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അതുപോലെ തന്നെ എത്തിച്ചേരുന്ന കടലും കൂടി ഒന്ന് പഠിച്ചിരിക്കണം. ഇവിടെ നർമ്മദ, താപ്തി മാത്രമാണ് അറബിക്കടലിലേക്ക് ചെന്നെത്തുന്നത്. ബാക്കി ഇവരെല്ലാവരും ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു കാര്യങ്ങൾ നോക്കി വെക്കുക. ഉത്ഭവിക്കുന്നത് എവിടെയാണ്, അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ടുള്ള പോഷക നദികളും കൂടി ഏതാണെന്നുള്ളത്. SCERT-യിൽ കുറച്ച് പോഷക നദികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിലും ഒത്തിരി പോഷക നദികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെങ്കിലും നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇത് ചിലപ്പം ഏതെങ്കിലും ഒന്നൊക്കെ വ്യത്യാസപ്പെടുത്തിയൊക്കെ തരികയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പം ഇതാണ് അടുത്തതായിട്ട് പിന്നെ പറയുന്നത്. ഇനി ഹിമാലയൻ നദികളെ കുറിച്ചിട്ടും ഉപദ്വീപീയൻ നദികളെ കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കി വെക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഹിമാലയൻ നദികൾ മെയിനായിട്ടും എന്താണ്? വറ്റാത്തവയാണ്. വൃഷ്ടിപ്രദേശത്ത് വലിയൊരു വിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശം ഇതിന് ഉണ്ട്. അപരദനം കൂടുതലാണ്, അതായത് വളരെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ കുത്തനെ വരുന്നതിനെ കൊണ്ട് തന്നെ അപരദന തീവ്രത ഇവിടെ കൂടുതലായിട്ടാണ് വരുന്നത്. ഇവിടെ ജലസേചന ശേഷി ഇതിന് കൂടുതലാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഇവിടെ എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹിമാലയത്തിൻ്റെത്. പക്ഷേ ഉപദ്വീപീയ നദികളിലേക്ക് വരുമ്പോൾ ഇവിടെ താരതമ്യേന വിസ്തൃതി കുറഞ്ഞിട്ടുള്ള വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത താരതമ്യേന കുറവാണ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകളൊന്നും തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. കുറഞ്ഞ ജലസേചന ശേഷിയാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന്റെ സാധ്യത താരതമ്യേന കുറവ്. ഇവിടെ എല്ലാം പറയുമ്പോൾ ഒരു കുറവ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഹിമാലയൻ നദികളിലാണെങ്കിൽ ഒക്കെ ഇത്തിരി കൂടുതലുമാണ്. ഇനി അടുത്തത്
അത് പീഠഭൂമിയിലെ ജീവിതത്തിനെ കുറിച്ചുള്ള അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനി അടുത്തത് അതുപോലെയുള്ളതാണ് പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും. നമുക്കറിയാം തീരസമതലത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അറബിക്കടൽ ശാഖ എന്ന് പറയാം. കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് ഏതാണ്? അത് ബേ ഓഫ് ബംഗാൾ ശാഖയാണ്. അപ്പം രണ്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതും ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇവിടെ നമ്മളുടെ ദ്വീപുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് 36 ദ്വീപുകൾ, അറബിക്കടലിലുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പക്ഷെ 11 ദ്വീപുകളിൽ മാത്രമേ ഇവിടെ ജനവാസമുള്ളൂ. മെയിൻ ആയിട്ടുള്ള ദ്വീപുകൾ ഏതൊക്കെയാണ്? ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, അന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താനൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ദ്വീപുകൾ എന്ന് പറയുന്നത്. ആൻഡ് ആ തലസ്ഥാനം ഏതാണ്? അത് കവരത്തിയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെയാണ് ലക്ഷദ്വീപിനെ കുറിച്ചിട്ടുള്ളത്. ഇനി ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇന്ത്യയിലുള്ള ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. അതാണ് ബാരൻ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. പോർട്ട് ബ്ലെയർ ആണ് ഇതിന്റെ ആസ്ഥാനം. ഇനി ഈ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തിന് എന്താണ് നമ്മൾ പറയാറുള്ളത്? ഇന്ദിര പോയിന്റ് എന്നാണ്. ആൻഡ് ഇന്ദിര പോയിന്റ് സിറ്റുവേറ്റഡ് വേർ ഇറ്റ്സ് നിക്കോബാർ ദ്വീപുകൾ. ഓക്കെ, നിക്കോബാർ ദ്വീപുകളിലാണ് എന്തുള്ളത്? ഇന്ദിര പോയിന്റ് കാണപ്പെടുന്നത്. ഇനി കാലാവസ്ഥ, വീണ്ടും കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഒക്കെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയുടെ ഋതുക്കൾ ഏതൊക്കെയാണ്? ശൈത്യകാലം, ഉഷ്ണകാലം, അതുപോലെ തന്നെ മഴക്കാലമാണ്. ആൻഡ് മഴക്കാലത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമുണ്ട്, അതുപോലെ തന്നെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും ഉണ്ട്. ഓക്കെ, ഇനി ശൈത്യകാലം എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഡിസംബർ ടു ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം വരുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഉഷ്ണകാലത്ത് ഉള്ള ചൂടിന്റെ കാരണം. ഇന്ത്യയിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് രാജസ്ഥാനിലെ ജയ്സാൽമർ എന്ന് പറയുന്നത്. തെറ്റിപ്പോകാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് രാജസ്ഥാനിലെ ജയ്സാൽമർ ആണെങ്കിൽ ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമറിലാണ്. ഓർത്തിരിക്കുക, അത് അങ്ങനെ തന്നെ പഠിക്കാം. ജനറലി ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? അത് ജയ്സാൽമർ ആണ്. പക്ഷെ ഉഷ്ണകാലത്ത് ചൂട് വെച്ച് നോക്കുകയാണെങ്കിൽ അതേതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? അത് ബാമറിലാണ്. ഓർത്തു വയ്ക്കുക. ഇനി കുറച്ച് പ്രാദേശിക വാദങ്ങളൊക്കെ ഉണ്ട്. ലൂ, മാംഗോ ഷവേഴ്സ് ഒക്കെ തന്നെ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന കുറച്ച് പ്രാദേശിക വാദങ്ങളൊക്കെയാണ്. ഇനി കാൽബൈസാക്കിനെ കുറിച്ച് നോക്കാം. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായിട്ടുള്ള മഴയാണ് നമ്മൾ കാൽബൈസാക്കി എന്ന് പറയുന്നത്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ് ഇതിന്റെ സവിശേഷത. ഓക്കെ, അപ്പം അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഏത് മഴയുടെ സവിശേഷതയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? അത് കാൽബൈസാക്കിയാണ്. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ വിട്ട് കളയാനുള്ളതായിട്ടില്ല. വടക്കിഴക്കൻ മൺസൂണിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ഇവിടെ നന്നായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിൽ തന്നെയുള്ള ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ നമുക്ക് കാർഷിക കാലങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കാർഷിക കാലങ്ങൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്, അങ്ങനെ 3 കാലങ്ങളാണ് ഉള്ളത്. ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. വിളവിറക്കൽ കാലം ഏതാണ്? ഖാരിഫ് ആണെങ്കിൽ ജൂൺ ആണ്. അതായത് മൺസൂൺ ആരംഭിക്കുന്ന സമയത്താണ് ഖാരിഫ് വിളവെടുക്കുന്നത് മൺസൂൺ അവസാനിക്കുന്ന സമയത്താണ്. പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടലയൊക്കെയാണ് ഖാരിഫിൽ വരുന്നത്. ഇനി റാബി ആണെങ്കിൽ അത് ശൈത്യകാലം ആരംഭിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വേനൽക്കാലം ആരംഭിക്കുന്ന സമയത്ത് വിളവെടുക്കുകയാണ് ചെയ്യുന്നത്. സെയ്ദ് ആണെങ്കിൽ എന്താണ്? മാർച്ച്, വേനലിന്റെ ആരംഭത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു, മൺസൂണിന്റെ ആരംഭത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് സെയ്ദിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് മെയിൻ ആയിട്ടുള്ള വിളകൾ എന്ന് പറയുന്നത്. ഇനി ചെറുധാന്യങ്ങളെ നമ്മൾ പറയുന്നത് ഏതാണ്? തിനവിളകൾ എന്നാണ്. തിനവിളകൾ ആണ് ചെറുധാന്യങ്ങൾ. അതിന് എക്സാമ്പിൾസ് ആണ് ജോവർ, ബാജ്ര, റാഗി എന്നൊക്കെ പറയുന്നത്. ഈ ജോവർ, ബാജ്രയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിലുള്ള ഒരു പ്രധാന വിളകളൊക്കെയാണ് ജോവറും ബാജ്ര എന്നൊക്കെ പറയുന്നത്. അതായത് ഇവയ്ക്ക് എന്താണ്? മില്ലറ്റ്സ് ആണ്. ഇനി ഇതും അതേപോലെ തന്നെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. എഗ്രികൾച്ചർ എന്ന വാക്ക് വന്നിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് അഗർ എന്നും കൾച്ചർ എന്നും പറയുന്ന 2 ലാറ്റിൻ വാക്കുകളാണ്. ഓക്കെ, 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ഈ ഒരു അഗ്രികൾച്ചർ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അതിൽ അഗർ എന്നതിന്റെ അർത്ഥം കര എന്നും കൾച്ചർ എന്നതിന്റെ അർത്ഥം കൃഷി എന്നുമാണ്. ഓർത്തിരിക്കുക.
പിന്നെ പറയുന്നതാണ് കാർഷിക വിളകളെ കുറിച്ചിട്ട്. ഇന്ത്യയിലെ കാർഷിക വിളകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷ്യവിളകളെന്നും അതുപോലെ തന്നെ നാണ്യവിളകളെന്നും. ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് കൺസംഷന് യൂസ് ചെയ്യുന്നവയാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി ഇതാണ് ഇവിടുത്തെ താരം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ താരമാണ് ഇത്. നെല്ല്, അതുപോലെ തന്നെ ഉണ്ട് ഗോതമ്പ്, ചോളം, ഇതിനൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിൽ ഏതൊക്കെയാണ് ചോദിക്കാറുള്ളത്? മെയിനായിട്ടും നെല്ലും ഗോതമ്പുമാണ് ചോദിക്കാറുള്ളത്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പിന് ആവശ്യമായിട്ടുള്ളത്. ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ചോദിച്ചാൽ അത് ഗോതമ്പാണ്. 1ാം സ്ഥാനത്ത് ഏതാണ്? അത് നെല്ലാണ്. ആൻഡ് ഇതിൻ്റെ ഒരു കാലാവസ്ഥ, ഏത് കാലാവസ്ഥയിലാണ് ഇത് നന്നായിട്ട് വളരുന്നത്, അതായത് അതുപോലെ തന്നെ എത്ര സെൻറ്റിമീറ്റർ മഴ വേണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ടേബിൾ പോലെ ആക്കിയിട്ടോ ഒരു നോട്ട് പോലെ ഉണ്ടാക്കിയിട്ടോ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് നോക്കിയെടുക്കുക. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1ാം സ്ഥാനത്ത് ഉൽപ്പാദനത്തിൽ നെല്ലാണ്, 2ാം സ്ഥാനത്ത് ഗോതമ്പും, 3ാം സ്ഥാനത്തുള്ളത് ചോളമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പരുത്തി കൃഷി, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പരുത്തി കൃഷിയെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പരുത്തി കൃഷിക്ക് എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ളതും അതുപോലെ തന്നെ ചണം കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതും. ഇന്ത്യയിലെ ഒരു നാരുവിളയാണ് ചണം എന്ന് പറയുന്നത്. അതിന് ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ഇതിന് ആവശ്യമായിട്ടുണ്ട്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത്. മെയിനായിട്ട് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ്. എവിടേക്കാണ് സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഏതാണ്? പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ഭാഗങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും ചണം കൃഷി ചെയ്യാറുള്ളത്. ഇനി തേയില നമ്മൾക്കറിയാം എന്താണ്, അസം, വെസ്റ്റ് ബംഗാൾ, കേരളം, തമിഴ്നാട്ടിലൊക്കെയാണ് മെയിനായിട്ടും തേയില കാണപ്പെടുന്നത്. 200 to 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം വേണം. 25 to 30 സെൽഷ്യസ് വരെ താപനിലയുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ കാപ്പീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കാപ്പിയിൽ എന്താണ്, കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. ഓക്കെ, 6ാം സ്ഥാനത്താണ് കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി പിന്നെന്താണ്, അന്താരാഷ്ട്ര വിപണിയിലൊക്കെ ഏറെ ആവശ്യമുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ മുഖ്യമായിട്ടുള്ള കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഇനമാണ്? അത് അറബിക്ക എന്ന ഇനമാണ് ഉൽപ്പാദിപ്പിക്കാറുള്ളത്. ആകെ ഉൽപാദനത്തിൽ 2/3 ഭാഗവും കർണാടകയിലാണ്. ഓക്കെ, കാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? അത് കർണാടകയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി റബ്ബർ കൃഷിൻ്റെ നോക്കുകയാണെങ്കിൽ എന്താണ്, അത് 25 സെൽഷ്യസിൽ കൂടിയ താപനില വേണം. 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും വേണം റബ്ബറിന്. മറ്റ് കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് അതുകൊണ്ടാണ് ഇത് കേരളത്തിൽ മെയിനായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, കേരളത്തിലുള്ള ഇതാണ് ലാറ്ററൈറ്റ് മണ്ണാണല്ലോ. കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ആൻഡ് കേരളത്തിലെ ഒരു പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് ഈ ഒരു റബ്ബർ കൃഷി എന്ന് പറയുന്നത്. ആൻഡ് റബ്ബറിൻ്റെ ജന്മദേശം ചോദിക്കാം. ജന്മദേശം ഏതാണ്? അത് ബ്രസീലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? അത് ഹീവിയ ബ്രസീലിയൻസിസ് എന്നാണ്. ഓക്കെ, അതിൻ്റെ ശാസ്ത്രീയ നാമം അറിയെങ്കിൽ തന്നെ അതിൻ്റെ ജന്മദേശം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഹീവിയ ബ്രസീലിയൻസിസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1875 ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവരുന്നത്. പക്ഷേ റബ്ബറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു, അത് ജോൺ ജോസഫ് മർഫിയാണ്. രണ്ടും രണ്ടാണ്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായിരുന്ന കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും ഇത് വ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ധാതുക്കളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോഹധാതുക്കൾ അതുപോലെ തന്നെ അലോഹധാതുക്കളുമാണ് ഉള്ളത്. ലോഹധാതുക്കളെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇരുമ്പിന്റെ അംശമുള്ളവയും അംശം ഇല്ലാത്തവയും. ഇരുമ്പിന്റെ അംശമുള്ളവയാണ് ഇരുമ്പ്, മാംഗനീസ് ഒക്കെ എങ്കിൽ ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് ഒക്കെ. അതുപോലെ തന്നെ അലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്നുണ്ട്. ധാതു ഇന്ധനങ്ങൾ എന്നും മറ്റു ധാതുക്കൾ എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ധാതു ഇന്ധനങ്ങൾ ഏതാണ്? കൽക്കരി, പെട്രോളിയം ഒക്കെയാണ് ധാതു ഇന്ധനങ്ങളായിട്ട് വരുന്നത്. അതിൻ്റെയൊക്കെ ഒരു പെട്ടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഖനനം നടക്കുന്ന മേഖലകൾ ഒഡീഷയിൽ സുന്ദർഘട്ട്, മയൂർഭഞ്ച്, ജാർ ഒക്കെയാണ്. ജാർഖണ്ഡിലാവുമ്പോൾ സിംബം, ദുർഗുണ്ട്. കർണാടകയിൽ ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്, ഗോവയിൽ മർമഗോവ, തമിഴ്നാട്ടിലാണെങ്കിൽ സേലം, നീലഗിരിയിലൊക്കെയാണ് പ്രധാനമായിട്ടും ഖനനം ഒക്കെ നടക്കാറുള്ളത്. ഇനി ഇരുമ്പുരുക്ക് ശാലകൾ നോക്കുകയാണെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്നുള്ള കാര്യവും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കി വെക്കുക. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്താക്കുക,
ഈ ഒരു ഇയറും കൂടി പഠിച്ചു വെക്കണം. 1959 റഷ്യയുടെ സഹായത്തോടെ ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഓരോന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള പണ്ട് മുതലേ ചോദിക്കാൻ സാധനമാണ്. ഇപ്പം ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും ഒരു ഈസി ക്വസ്റ്റ്യൻ അവർക്ക് ഇടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ഇതിടും. 59, 62, 64 ആയിട്ടാണ് ഈ ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാവുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി അതേപോലെ തന്നെ ചില ധാതുക്കളും അവയുടെ ഉപയോഗവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്വർണം, വെള്ളി, കോപ്പർ, ബോക്സൈറ്റ്, അപ്രത്തിന്റെ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. ഇനി അതുപോലെയാണ് കൽക്കരിനെ കുറിച്ചിട്ടും പെട്രോളിയം, പ്രകൃതിവാതകത്തിനെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടും പ്രധാനപ്പെട്ടുള്ള ആണവോർജ്ജ നിലയങ്ങൾ എവിടെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും നമ്മുടെ ഓഡ് വൺ ഔട്ടും അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. താരാപ്പൂർ, തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ട് അതിലേതെങ്കിലും തെറ്റാണോ ശരിയാണോ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യവും അതുപോലെ തന്നെ നോക്കി വെക്കുക. ഇനിയുള്ളതാണ് പാരമ്പര്യേതരവും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും. തെറ്റിപ്പോവാതെ കൺഫ്യൂഷൻ അടിക്കാത്ത രീതിയിൽ പഠിച്ചു വെക്കണം. പാരമ്പര്യ സ്രോതസ്സുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നവയാണ് കൽക്കരി, പെട്രോളിയം എന്ന് പറയുന്നത്. ഓക്കെ, കൽക്കരിയും പെട്രോളിയം ഒക്കെയാണ്. ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്, അത് എടുക്കും തോറും തീർന്നു പോകുന്നതിനെയാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഗതാഗതത്തിന് റോഡ് ഗതാഗതത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇതിന് മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ബോക്സ് ആണിത്. ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഇതൊക്കെ തന്നെ എന്തിനൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്നും ഏറ്റവും കൂടുതലുള്ള ഏതാണ്, അതായത് ഇതിപ്പം 80% നമ്മളുടെ ഇന്ത്യയിലുള്ളത് ഗ്രാമീണ റോഡുകളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലത്തുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നോക്കി വെക്കാം. ഇനി റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് 1853 പറയുന്നു. മുംബൈ ടു താനെ വരെയാണ്. 34 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു ആദ്യത്തെ ഓട്ടം എന്ന് പറയുന്നത്. ഇനി കൊങ്കൺ റെയിൽവേ, ഇത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെട്ടിയാണ്. 1998 നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള കൊങ്കൺ റെയിൽവേ ആണ്. ഇവിടെ മുതലാണ് റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ്. 760 കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത്. 146 നദികളെ പിന്നിട്ടുകൊണ്ടാണ് ഇത് ഓടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതായിരുന്നു, അത് ഈ ഒരു കൊങ്കൺ റെയിൽവേ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതേപോലെ ഇതിന്റെ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കുക. റെയിൽ ഗേജിന്റെ ഓരോ അകലങ്ങൾ, ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജിന്റെ ഒക്കെ എത്രയാണ് അകലം എന്ന് വരുന്നത് നോക്കി വയ്ക്കാം. ഇനി ജലഗതാഗതം, ഏറ്റവും ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജലഗതാഗതം ആണ്. വൻതോതിൽ ചരക്ക് ഗതാഗതത്തിനൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ജലഗതാഗതം തന്നെയാണ്. പരിസ്ഥിതി മലിനീകരണം ഏറ്റവും കുറവ് ഇതിനാണ് വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം 1886 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊള്ളുന്നത്. അത് പ്രകാരം ഇന്ത്യയിലെ 5 ജലപാതകളെയാണ് ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദേശീയ ജലപാത 1, 2, 3, 4, 5 എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ജലപാത 3 NW3 ആണ് കേരളത്തിലൂടെ ഓടുന്നത്. കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും വലുത് എന്ന് പറയുന്നതും ഏതാണ്, അത് NW3 തന്നെയാണ്. ഇതൊക്കെ തന്നെ തുറമുഖങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള തുറമുഖങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളവയൊക്കെ തന്നെ ഓർത്തിരിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിനെ കുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറെ മുന്നേ ഉള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. October 15, 2023 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നത്. നമ്മളുടെ നരേന്ദ്രമോദിജി വന്നിട്ടൊക്കെ ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിലുള്ള ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് കുടിയേറ്റത്തിന്റെ ഫലങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മളൊരു രാജ്യത്തേക്ക് വേറൊരു രാജ്യത്തിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യവിഭവ കൈമാറ്റം നടക്കുന്നുണ്ട്. മാതൃരാജ്യത്തിലേക്ക് വിദേശ നാണ്യം കുറേ അധികം ലഭ്യമാകുന്നുണ്ട്. അമിത ജനസംഖ്യയ്ക്ക് വഴി തെളിയിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി പിന്നെ പറഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത് ഇവിടെ 3 സെറ്റിൽമെന്റ്സ്, വാസസ്ഥലങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അനുകൂല സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങൾ വളരെ അടുത്തടുത്തായി നിരവധി പാർപ്പിടങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നതിനാണ് നമ്മൾ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ അഥവാ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെന്റ്സിന് ഉദാഹരണമാണിത്. കുറേ അധികം വീടുകൾ അടുപ്പിച്ചുണ്ടാകുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയേറ്റഡ് അഥവാ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് വിസരിത വാസസ്ഥലങ്ങൾ. ഇവിടെ കണ്ടില്ല, ഒന്നിന്റെ അടുത്തൊന്നല്ല, കുറേ അധികം വിട്ടുവിട്ടാണ് ഓരോന്ന് കിടക്കുന്നത്. ഓക്കെ, പാർപ്പിടങ്ങൾ പരസ്പരം അകന്ന് സ്ഥിതി ചെയ്യുന്ന വാസ മേഖലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിസരിത വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒന്നാണ് സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്. അതായത് പൂർണ്ണമായും കേന്ദ്രീകൃതമോ വിസരിതമോ അല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള വാസസ്ഥലങ്ങളെയാണ് നമ്മൾ അർദ്ധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ അഥവാ
സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് വളരെ അകലെയായിട്ടല്ല, വളരെ അടുത്തുമായിട്ടുള്ള കുറച്ച് ദൂരത്തിലൊക്കെ എടുക്കുന്നതിനെയാണ് നമ്മൾ സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ പറയുന്ന ഒന്നാണ് വാസസ്ഥല മാതൃകകളെ കുറിച്ചിട്ട്. പലതരത്തിലുള്ള വാസസ്ഥല മാതൃകകളുണ്ട്. രേഖീയ മാതൃക, വൃത്താകാര മാതൃക, അതുപോലെ തന്നെ നക്ഷത്ര മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട്. രേഖീയ മാതൃക എന്താണ്? റോഡ്, നദി, തീരരേഖ എന്നിവയ്ക്ക് സമാന്തരമായി വികസിച്ചു വരുന്ന വാസസ്ഥലം, അതിനെയാണ് നമ്മൾ രേഖീയ മാതൃക എന്ന് പറയുന്നത്. ഇനി വൃത്താകാര മാതൃകയാണെങ്കിൽ ജലാശയങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ സവിശേഷതകളെ ചുറ്റി രൂപം കൊള്ളുന്ന വാസസ്ഥല മേഖലയാണ്, അല്ലെങ്കിൽ ആ ഒരു മാതൃകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർക്യുലർ പാറ്റേൺ അഥവാ വൃത്താകാര മാതൃക എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്ലേസിന് ചുറ്റുമായിട്ട് വാസസ്ഥലങ്ങൾ രൂപപ്പെട്ട് വരുന്നതാണെങ്കിൽ അതെന്താണ്? അത് സർക്യുലർ പാറ്റേൺ ആണ്. ഇനി വിവിധ റോഡുകൾ സന്ധിക്കുന്ന ഇടങ്ങളിൽ രൂപം കൊള്ളുന്ന വാസസ്ഥലങ്ങളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് നക്ഷത്ര മേഖലയാണ്. നക്ഷത്ര മേഖല അഥവാ നക്ഷത്ര മാതൃക അഥവാ സ്റ്റാർ പാറ്റേൺ ആണ്. ഇനി നഗരവാസ സ്ഥലങ്ങൾ അഥവാ ഏർബൻ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷിക ഇതര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായിട്ടുള്ള പാർപ്പിട സമുച്ചയങ്ങളെയാണ് നമ്മൾ നഗരവാസ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അവരുടെ മെയിൻ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് കൃഷി ഇതരമായിരിക്കും, കൃഷിയല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും അവരുടെ മീൻസ് ഓഫ് എന്താ പറയുക ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ പൂർണ്ണമായും കാർഷിക ഇതര മേഖലയെ ആശ്രയിച്ചുള്ളതുമാണെങ്കിൽ അത് എന്താണ്? അത് ഏർബൻ സെറ്റിൽമെന്റ് ആണ്. ഏർബൻ സെറ്റിൽമെന്റ് ആണ്. ഇന്ത്യയിൽ ഒരു വാസസ്ഥലത്തിന് നഗരപദവി ലഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5000-ൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരിക്കണം, ചതുരശ്ര കിലോമീറ്ററിന് 400-ലധികം ജനസാന്ദ്രത ഉണ്ടായിരിക്കണം, 75% പേർ കാർഷിക ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളും ഈ ഒരു 3 പോയിന്റ്സും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഒരു വാസസ്ഥലത്തിന് നഗരപദവി ലഭിക്കുകയുള്ളൂ. അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ നഗരപ്രദേശങ്ങളുടെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പല പ്രാവശ്യമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നഗരപ്രദേശങ്ങളിൽ ഫസ്റ്റ് വൺ ആണ് പട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏറ്റവും ചെറിയ നഗരം ആണ് പട്ടണം എന്ന് പറയുന്നത്. 1,00,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ചെറു നഗരപ്രദേശങ്ങളെയാണ് നമ്മൾ പട്ടണം എന്ന് പറയുന്നതെങ്കിൽ, നഗരം ആകുമ്പോൾ എന്താണ്? 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങളാണ് നഗരം എന്ന് പറയുന്നത്. ഓക്കെ, നഗരത്തിൽ എന്താണ്? 1,00,000 to 10,00,000 ആണെങ്കിൽ അത് നഗരമായി. ഇനി മെട്രോപൊളിറ്റൻ നഗരമാണെങ്കിലോ അത് 10,00,000-ലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളെയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത്. ഓക്കെ, മെട്രോപൊളിറ്റൻ നഗരം ആകുമ്പോൾ എന്താണ്? 10,00,000-ൽ അബവ് ആയിരിക്കും ജനസംഖ്യ അവിടെ. ഇനി അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50,00,000-ലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയങ്ങളെയാണ് നമ്മൾ മെഗാ നഗരങ്ങൾ എന്ന് പറയുന്നത് അഥവാ മെഗാ സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പട്ടണമാകുമ്പോൾ 1,00,000-ൽ താഴെ, നഗരമാകുമ്പോൾ 1 to 10,00,000 ഇടയിലാണ്. 10,00,000-ൽ കൂടുതലാകുമ്പോൾ അത് മെട്രോപൊളിറ്റൻ നഗരവും, 50,00,000-ലധികവുമായിട്ട് അനേകം നഗരങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണെങ്കിൽ അത് മെഗാ നഗരങ്ങളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും ചാപ്റ്റേഴ്സാണ് മെയിനായിട്ടും ഇന്ത്യൻ ജോഗ്രഫീനെ കുറിച്ചിട്ട് പറയുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. SCERT-യിൽ ഇനി നോക്കിയിരിക്കേണ്ട ചാപ്റ്റേഴ്സും അതുപോലെ നോക്കിയിരിക്കേണ്ട പോയിന്റ്സും നമ്മൾ വളരെ എന്താ പറയുക ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ചില ചാപ്റ്റേഴ്സ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ SCERT-നെ പോലെ തന്നെ നിങ്ങൾക്ക് NCERT-യിലും ഇതുപോലെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഹാപ്പി ലേണിംഗ്.